ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പുതിയ രാജ്യം രൂപപ്പെട്ടതായി ആ രാജ്യം തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ പിളർപ്പുണ്ടായി. ആ രാജ്യത്തെ ബലൂചിസ്ഥാൻ പോരാളികൾ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ലോകത്തിന് പുതിയ രാജ്യമുണ്ടായിരിക്കുന്നു. അതിനി ഇന്ത്യയും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളും തങ്ങളെ സഹായിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ആ രാജ്യം നടത്തിയിട്ടുണ്ട്. അതെ, ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ തെക്കു പടിഞ്ഞാറ് കിടക്കുന്ന ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ. ഈ ബലൂച്ച് എന്ന് പറയുന്ന ആ ഒരു വിശേഷണം തന്നെ അവർക്ക് ബലൂച്ച് പോരാളികൾ, അവിടെ ഈ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സായുധ സംഘം തന്നെയുണ്ട്. അവർ ഈ നിരന്തരം പാക് സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി വരികയാണ്. വലിയ തോതിൽ പാകിസ്ഥാനിൽ നിന്ന് ഈ ഒരു വിഘടനവാദം ഉന്നയിച്ച് പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകാനും ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാനും അവർ പരിശ്രമം തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇത് പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ട്. ഇന്ത്യ അവരെ സഹായിക്കുന്നു എന്നൊക്കെ പാകിസ്ഥാൻ ആരോപിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും തെളിവൊന്നുമില്ല. ഇന്ത്യ അത്തരത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പോകില്ല എന്നാണ് നമ്മുടെ നയതന്ത്രം, നമ്മുടെ വിദേശകാര്യ നയം. അതാണ് നമ്മളത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ ഈ ബലൂചിസ്ഥാനിലെ ഒരു ബലൂച്ച് നേതാവും എഴുത്തുകാരനുമൊക്കെയായ ഒരു സാഹിത്യകാരനായ മിർ യാർ ബലൂച്ച് ആണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു, പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുന്നു, വൈകാതെ അതിൻ്റെ എല്ലാ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറി അതിൻ്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ന്യൂഡൽഹിയിൽ ഒരു ബലൂച്ച് എംബസി സ്ഥാപിക്കാൻ അനുവദിക്കണം എന്ന് അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവർ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് UN സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കറൻസി, നോട്ട്, അതുപോലെ തന്നെ ഈ മറ്റ് സർക്കാർ സംബന്ധമായ മുദ്രകളും ഈ രേഖകളും ഒക്കെ അടിക്കുന്നതിന്, അതുപോലെ തന്നെ സർക്കാർ ഗസറ്റ് സ്ഥാപിക്കുന്നതിന് ഒക്കെ അനുവാദം നൽകണം, അത് അംഗീകരിക്കണം എന്നും അവർ UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടിസ്ഥാനപരമായ ഭരണകാര്യങ്ങൾക്ക് ഇപ്പം ഞങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമായി, ഇപ്പം ഞങ്ങൾക്കിനി ഇവിടുത്തെ അത്യാവശ്യം ഭരണ നിർവഹണം നടത്തുന്നതിന് കുറച്ച് പണം അനുവദിക്കണമെന്നും, ഇത് ഡോളർ രൂപത്തിലായിരിക്കും അത്, കാരണം ഡോളറാണല്ലോ എല്ലാവർക്കും ഇന്ന് ഒരു എല്ലായിടത്തും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇതായിട്ട് ഡോളർ ആണെന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഡോളർ ഞങ്ങൾക്ക് അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് UN. എന്തായാലും UN ഇതിനൊന്നും ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഈ ബലൂചിസ്ഥാനിൽ വർഷങ്ങളായിട്ട് ഈ സംഘർഷം നടക്കുകയാണ്. സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് പാക് സൈന്യവും പാക് പോലീസും അതുപോലെ തന്നെ പാകിസ്ഥാനിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇവർ വലിയ തോതിൽ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്. ബലൂച്ച് പ്രവിശ്യയിലുള്ള ജനങ്ങളെ, ബലൂചിസ്ഥാൻകാരെ ഉപദ്രവിക്കുകയാണ്. ഇവരെല്ലാവരും അടിയന്തരമായിട്ട് ഈ ജോലി രാജിവെച്ച് പോകണം, പുറത്തു പോകണം, ബലൂചിസ്ഥാനിൽ നിന്ന് പുറത്തു പോകണം. അതേസമയം ബലൂചിസ്ഥാനിലുള്ളവർക്ക് അവിടെ തങ്ങാം. അവരുടെ ഈ ജോലി, ഈ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പാക് സർക്കാരിൻ്റെ ഭാഗമല്ലല്ലോ അവർ. പക്ഷേ അവർക്ക് ഇവിടെ ഞങ്ങൾ പുതിയ ജോലി കൊടുക്കും എന്നൊക്കെയാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വക്താക്കൾ പറയുന്നത്. എന്ന് മാത്രമല്ല, അവർ അതിരൂക്ഷമായിട്ട് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ്, മതഭീകരതയാണ് അതിൻ്റെ അടിത്തറ എന്നാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം, ഈ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ഷിയ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുണ്ട് അവിടെ ബലൂചിസ്ഥാനിൽ. പാകിസ്ഥാനിൽ പക്ഷേ ബഹുഭൂരിപക്ഷവും സുന്നി മുസ്ലിങ്ങളാണ്. ഈ ബലൂചിസ്ഥാനിൽ കുറച്ച് ഹിന്ദുക്കളുമുണ്ട്, മറ്റു മതക്കാരും ഉണ്ട്. ബലൂചിസ്ഥാൻ ഈ പാക് പഞ്ചാബ്, പാക് സിന്ധ് തുടങ്ങിയ പ്രവിശ്യകളുണ്ടല്ലോ. അല്ല, ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ അവിടെ സൈനികരുടെ നീക്കം എങ്ങനെയായിരിക്കും? വലിയ ആക്രമണമായിരിക്കുമോ ഈ ബലൂചിസ്ഥാൻ ഇനി നേരിടേണ്ടി വരിക? അല്ല, അത് ഇപ്പോൾ അതിനകത്തൊരു വ്യക്തതയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പുറത്ത് ഇന്ത്യയുമായിട്ടൊരു സംഘർഷത്തിന് ഇവർ നിന്നതുകൊണ്ട് ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടു.
അതുകൊണ്ട് തന്നെ അവർ ബലൂചിസ്ഥാനെ ഇപ്പോൾ നേരിട്ട് സൈനിക ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ചേക്കാം. എന്നു മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ 14 പാക് സൈനികരെ തങ്ങൾ വധിച്ചതായിട്ട് ബലൂചിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ അത് നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ അവിടെ നിരന്തര ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്, സൈനിക ഇടപെടലുകളുണ്ട്. ബലൂജ് ലിബറേഷൻ ആർമിയും ഈ പാകിസ്ഥാൻ സൈന്യവുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടലുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് പാക് സൈന്യത്തിന് മാരകമായ പ്രഹരമേൽപ്പിക്കാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇനി ഇവർ ഈ പറയുന്നത് പോലെ പാക് സൈന്യത്തെയും പാക് മിലിറ്ററി ഇൻ്റലിജൻസിനെയും പാകിസ്ഥാൻ്റെ ISAയെയും പാക് ഉദ്യോഗസ്ഥരെയും ഒക്കെ ബലൂചിസ്ഥാൻകാർ അല്ലാത്തവർ അടിയന്തരമായിട്ട് പുറത്തു പോകണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഒരു പക്ഷേ ഉദ്യോഗസ്ഥർ പുറത്തു പോയില്ല, അല്ലെങ്കിൽ ഈ സൈനികർ ബലൂചിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും? അങ്ങനെ ഈ കാര്യത്തിൽ ഒരു രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരമായി ഇന്ത്യയെ നോക്കിക്കാണുമോ? ഇല്ല, ഇന്ത്യ ഈ പറയുന്നത് പോലെ ഇന്ത്യ അങ്ങനെ അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് പോലെ എംബസി തുറക്കാനോ മറ്റുമൊന്നും ഇന്ത്യ അങ്ങനെ ഒരു സഹായം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം UN അവരെ അംഗീകരിച്ച് UN ഇവരെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയും പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങൾ, ഇപ്പോൾ അമേരിക്ക, ചൈന, റഷ്യ, ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അത് അംഗീകരിക്കുമെങ്കിൽ ഇന്ത്യയും അത് അംഗീകരിക്കും. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഇന്ത്യ അവരെ നേരിട്ട് ഈ പറയുന്നത് പോലെ അവർക്ക് എംബസി തുറക്കാൻ അനുവദിക്കുക, അവരുമായിട്ട് വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുക, ഇതിനൊന്നും ഇന്ത്യ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഈ ബലൂചിസ്ഥാൻ്റെ ഒരു പ്രത്യേകത, അവിടെ വലിയ ധാതു നിക്ഷേപങ്ങളുണ്ട്. ഈ മിനറൽസിൻ്റെ വലിയ നിക്ഷേപങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരിക്കലും ബലൂചിസ്ഥാനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ അവർക്ക് കഴിയില്ല, അവരതിന് തയ്യാറാകുകയുമില്ല. പക്ഷെ ബലൂചിസ്ഥാൻ ഈ നിക്ഷേപം മുഴുവനും പാകിസ്ഥാൻ ഇവിടുന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു, അത് വിറ്റ് പണമുണ്ടാക്കുന്നു. എന്നിട്ട് ഈ പഞ്ചാബിലെയും സിന്ധിലെയും ആൾക്കാർക്ക് ഗുണകരമായ രീതിയിൽ, അവർക്ക് മേൽക്കൈ ഉണ്ടാകുന്ന രീതിയിൽ പാക് ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് ബലൂചിസ്ഥാൻകാരുടെ ആരോപണം. അവരുടെ ആക്ഷേപം അതാണ്. ഞങ്ങൾക്ക് അർഹമായ നീതി കിട്ടുന്നില്ല, അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, ഞങ്ങൾ വലിയ തോതിൽ പട്ടിണിയും പരിവട്ടവും ആണ്. അത് പാക് ഗവൺമെൻറ് ഞങ്ങളെ പീഡിപ്പിക്കുകയും മറ്റവരെ സുഖിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്ഷേപം. അവർ പറയുന്നതിൽ കുറേയൊക്കെ വാസ്തവവുമുണ്ട്. ഈ പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് സ്വീകരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണ് ഈ പഞ്ചാബിലും സിന്ധിലുമാണ്. അവിടെയാണ് കൃഷി നടക്കുന്നത്, അവിടെയാണ് വെള്ളം ധാരാളം കിട്ടുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് പോകുന്ന നദികളെല്ലാം അതുവഴിയാണ് ഒഴുകിപ്പോകുന്നത്. ഈ ബലൂചിസ്ഥാനെ സംബന്ധിച്ച് ഒരു ഊഷര ഭൂമിയാണ്, മണരാരണ്യത്തിന് സമാനമായ രീതിയിൽ മരുഭൂമി അല്ലെങ്കിലും ഊഷരഭൂമിയാണ്. എന്നാലും ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ബലൂചിസ്ഥാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ പാകിസ്ഥാൻ്റെ. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയാണ്, ഒരു വലിയ ഭൂപ്രദേശമാണ്, നിസ്സാരമല്ല. പക്ഷെ ഈ ജനങ്ങൾക്ക് പഞ്ചാബിലോ സിന്ധിലോ കഴിയുന്നത് പോലെ തിങ്ങിപ്പാർക്കാൻ കഴിയുന്നൊരു സ്ഥലമല്ല. ഈ പറയുന്നത് പോലെ ഊഷരഭൂമിയാണ്, വലിയ ചൂടാണ്, ഒരുപാട് കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ ഈ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാനിൽ വലിയ തോതിൽ ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ പാക് ഗവൺമെൻറ്റിൻ്റെ കണ്ണ് ഈ ധാതു നിക്ഷേപത്തിലാണ്. അവർ കാലങ്ങളായിട്ട് ഈ ധാതുക്കൾ ഖനനം ചെയ്തെടുക്കുന്നു, അത് വിറ്റ് പണമുണ്ടാക്കുന്നു. ആ പണം അവർ ഈ പറയുന്നത് പോലെ സൈന്യത്തെ പോറ്റാനും ഭീകരവാദം വളർത്താനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിനെതിരെ ബലൂചിസ്ഥാനിൽ വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഈ ധാതു നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന പണം ഒരിക്കലും ബലൂചിസ്ഥാൻ്റെ നന്മയ്ക്ക് വേണ്ടി, ബലൂചിസ്ഥാൻകാരുടെ ഉന്നമനത്തിന് വേണ്ടി പാകിസ്ഥാൻ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓരോ പ്രവിശ്യകളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കേ അറിയുള്ളൂ. എന്തായാലും ഈ ബലൂചിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ വാദം, ഈ അവകാശവാദങ്ങൾ, അത് UN അംഗീകരിച്ചാൽ ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ പിറവി സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ UN-ൻ്റെ സമാധാന സേനയെ അങ്ങോട്ട് അയക്കണം എന്ന് ബലൂചിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പാക് സൈന്യം ഞങ്ങളെ നിരന്തരം ഉപദ്രവിക്കുകയാണ്, അതുകൊണ്ട് പാക് സൈന്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ UN സമാധാന സേന അവിടെ വരണം
എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം UN അംഗീകരിച്ചാൽ അത് ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ പിറവിയിൽ കലാശിക്കും.